നമസ്കാരം. തിരുവല്ല മീഡിയ വാർത്തകളിലേക്ക് സ്വാഗതം. ഒരു പതിറ്റാണ്ടിന് ശേഷം നിരണത്ത് പഞ്ചായത്ത് ഓഫീസ് കെട്ടിടത്തിൻ്റെ പണികൾ ആരംഭിച്ചു എന്ന വാർത്ത ഏറെ സന്തോഷം നൽകുന്നു. ഒരു പതിറ്റാണ്ടിന് ശേഷം നിരണത്ത് പഞ്ചായത്ത് ഓഫീസ് കെട്ടിടത്തിന് നിർമ്മാണം തുടങ്ങി. അരനൂറ്റാണ്ടിലേറെ പഴക്കമുള്ള ഓഫീസ് കെട്ടിടത്തിന് കാലപ്പഴക്കം വന്നതോടെ പഞ്ചായത്ത് കമ്മിറ്റിയുടെ ആവശ്യപ്രകാരം മാത്യു ടി തോമസ് MLA 2016-17 പുതിയ കെട്ടിടം പണിയുന്നതിന് 95 ലക്ഷം രൂപ അനുവദിച്ചിരുന്നു. പണി തുടങ്ങുന്നതിന് മുൻപ് 2018 മഹാപ്രളയം കെട്ടിടത്തെ ആകമാനം മുക്കി കടന്നുപോയി. കെട്ടിടം കൂടുതൽ ബലക്ഷയത്തിലായതോടെ ഓഫീസ് പ്രവർത്തനം പഞ്ചായത്തിൻ്റെ തന്നെ ശിശുവിഹാറിലേക്ക് മാറ്റി. 2 വർഷമായി ശിശുവിഹാർ കെട്ടിടവും ബലക്ഷയം നേരിടുന്നുവെന്നാണ് എഞ്ചിനീയറിംഗ് വിഭാഗം റിപ്പോർട്ട് നൽകിയിരിക്കുന്നത്. 2 നില കെട്ടിടം നിർമ്മിക്കാനായിരുന്നു പദ്ധതി. എന്നാൽ തുടർച്ചയായ വെള്ളപ്പൊക്കവും ദുരിതാശ്വാസ ക്യാമ്പ് തുടങ്ങാനുള്ള സ്ഥലത്തിൻ്റെ അഭാവവും കാരണം മൂന്നാമതൊരു നില കൂടി നിർമ്മിച്ച് ഷെൽട്ടറാക്കാൻ പദ്ധതിയിട്ടതോടെ 2020-21 MLA വീണ്ടും 60 ലക്ഷം രൂപ കൂടി അനുവദിച്ചു. പഴയ കെട്ടിടം പൊളിച്ചു നീക്കുന്നതിനുള്ള കാലതാമസമടക്കം ഒട്ടേറെ കാരണങ്ങളാൽ നിർമ്മാണം വീണ്ടും നീണ്ടുപോയി. എല്ലാ തടസ്സങ്ങളും നീങ്ങിയതോടെ 1.5 വർഷം മുമ്പ് നിർമ്മാണം ഹാബിറ്റാറ്റിനെ ഏൽപ്പിച്ചു. 6 മാസം മുൻപാണ് ഹാബിറ്റാറ്റ് നിർമ്മാണം തുടങ്ങിയത്. പൈലിംഗ് ജോലികൾ പൂർത്തിയാക്കി കഴിഞ്ഞ ദിവസം അടിത്തറ കോൺക്രീറ്റിംഗ് തുടങ്ങി. പുതുക്കിയ എസ്റ്റിമേറ്റ് പ്രകാരം 2 നിലകൾ മാത്രമാണുള്ളത്. പുതുക്കിയ എസ്റ്റിമേറ്റ് പ്രകാരം മുകളിലത്തെ ഷെൽട്ടർ ഉപേക്ഷിക്കേണ്ടി വന്നു. താഴത്തെ നിലയിൽ ഓഫീസ്, പ്രസിഡന്റിൻ്റെയും സ്ഥിര സമിതി അംഗങ്ങളുടെ മുറികൾ, ഫ്രണ്ട് ഓഫീസ് എന്നിവയും മുകളിലത്തെ നിലയിൽ സെക്രട്ടറിയുടെ ഓഫീസ്, എഞ്ചിനീയറിംഗ് ഓഫീസ്, കമ്മിറ്റി ഹാൾ തുടങ്ങിയവയും ഉണ്ടാവും. കെട്ടിട നിർമ്മാണം 6 മാസത്തിനകം പൂർത്തിയാകുമെന്ന് ഹാബിറ്റാറ്റ് അധികൃതർ അറിയിച്ചതായി പഞ്ചായത്ത് പ്രസിഡന്റ് അലക്സ് ജോൺ പൂത്തുപ്പള്ളിൽ പറഞ്ഞു. പഞ്ചായത്ത് ഓഫീസ് നിലവിൽ പ്രവർത്തിക്കുന്നത് ശിശുവിഹാർ കെട്ടിടത്തിൻ്റെ മുകളിലത്തെ നിലയിലാണ്. താഴത്തെ നിലയിൽ ആയുർവേദ ഹോമിയോ ആശുപത്രികൾ, പ്രാഥമിക ആരോഗ്യ കേന്ദ്രം, ഉപകേന്ദ്രം എന്നിവയും പ്രവർത്തിക്കുന്നുണ്ട്. കെട്ടിടത്തിൻ്റെ ബലക്ഷയം ഈ സ്ഥാപനങ്ങളെയും ബാധിക്കും. ന്യൂസ് ഡെസ്ക് തിരുവല്ല മീഡിയ.